ഹലോ ഓൾ, നിങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾക്കോ ഒരു ഹാർഡ്വെയറിനോ ഒരു പ്രശ്നം പറ്റിയാൽ നമ്മൾ എന്താ ചെയ്യാം? ഇവിടുന്ന് അവിടെയുള്ള ആസ്ട്രോനോട്സിനെ ഒന്നുകിൽ അത് റിപ്പയർ ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാൾ പോയിട്ട് ഇത് റിപ്പയർ ചെയ്യണം. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആസ്ട്രോനോട്സിന് അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് നമ്മളെ കാറൊക്കെ റോട്ടിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക് വന്നത് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക്, പ്രത്യേകിച്ച് ഭൂമിയിൽ നിന്ന് ഒരു 400 കിലോമീറ്റർ മുകളിൽ ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരു സ്പേസ് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഒരാൾ പോയി അത് റിപ്പയർ ചെയ്ത് വരിക എന്നുള്ളത് പ്രായോഗികമല്ല. എന്തായിരിക്കും ഇതിനുള്ള പരിഹാരം? നമ്മൾ ഇത്തരത്തിൽ സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഹാർഡ്വെയറുകളാണ് റീകോൺഫിഗറബിൾ ഹാർഡ്വെയർസ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് FPGA എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ബോർഡുകൾ. FPGA എന്ന് പറഞ്ഞാൽ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേസ് എന്നുള്ളതാണ്. അതായത് എനി ഫീൽഡ്, അത് സ്പേസിലാവാം, അണ്ടർ വാട്ടർ ആവാം, അണ്ടർഗ്രൗണ്ട് ആവാം, എവിടെ നിന്നും നമുക്ക് ഹാർഡ്വെയറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ഹൗ വി ആർ ചേഞ്ചിങ് ദ സോഫ്റ്റ്വെയർസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ, ഉദാഹരണം നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ വേർഡ് 2000 വേർഷനാണ് നമ്മളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്തിട്ട് 2023 വേർഷനിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് പഴയത് അൺഇൻസ്റ്റാൾ ചെയ്യും, പുതിയത് ഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ നമുക്കൊരു റാം ഇതുപോലെ മാറ്റാൻ പറ്റുമോ? സാധാരണഗതിയിൽ ഒരിക്കലും നമുക്ക് സാധ്യമാവുന്ന കാര്യമല്ല, ഇല്ലേ? നമുക്കൊരു 4GB റാം ഉണ്ട്, അത് നമുക്ക് 8GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ഒന്ന് മാറ്റി പകരം പുതിയത് റീപ്ലേസ് ചെയ്യുന്ന വേണം. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന അതുപോലെ ഹാർഡ്വെയർ അപ്ഡേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കും. ഇതാണ് റീകോൺഫിഗറബിൾ കമ്പ്യൂട്ടിംഗിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ റീകോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഹാർഡ്വെയറുകൾക്ക് ഉദാഹരണമാണ് എന്റെ കയ്യിലുള്ള ഈ ഒരു FPGA ബോർഡ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡിനോ യൂനോ പോലുള്ള ഒരു കുഞ്ഞു ബോർഡായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഇതൊരു FPGA ബോർഡാണ്. അൾട്ര എന്ന് പറയുന്ന കമ്പനിയുടെ സൈക്ലോൺ 4 എന്ന് പറയുന്ന ഒരു FPGA ബോർഡാണ് എന്റെ കയ്യിലുള്ളത്. ഈ ബോർഡ് ഇതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹാർഡ്വെയർ നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ലാംഗ്വേജുകളെ HDL ലാംഗ്വേജുകൾ എന്നാണ് വിളിക്കുക, അഥവാ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജുകൾ എന്നാണ് വിളിക്കുക. വെരിലോഗ് പോലെ VHDL പോലെയുള്ള ലാംഗ്വേജുകളാണ് ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത്. FPGA ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു സീരീസ് ആരംഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ആ സീരീസ് നിങ്ങൾ വാച്ച് ചെയ്യുക.